ഇന്ന് ഫ്രൈഡേക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അമ്മത് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് പറയുന്നത്. 10 റിയാലോണ്ട് കിട്ടൂലമ്മ, ഞാൻ മല്ലിയിലും പുതിനയിലും ബ്രെഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 റിയാലോണ്ട് കിട്ടൂലമ്മ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ആദ്യം ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാബു പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളും, പക്ഷെ ഞാനൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ ബീഫ് ബിരിയാണി പിന്നെ പ്ലാനൊക്കെ മാറ്റി. ബാബു ഇല്ലെങ്കിൽ പിന്നെ ബീഫ് ബിരിയാണി കഴിക്കാൻ ഒരു സുഖമല്ല. അങ്ങനെ ഗീ റൈസും ചിക്കൻ വരട്ടിയതൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗീ റൈസിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് അരി എടുത്തിട്ട് അത് കഴുകി എന്താ പറയുക വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ഞാൻ 3 ഗ്ലാസ്സിന് ഒരു 6 ഗ്ലാസ്സോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതവിടെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുക്കാം. ഇനി അമ്മതും ആ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ അമ്മത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മല്ലിയില ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ. അങ്ങനെ അത് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ബാബു ഉണ്ടാകുമ്പോൾ വേറെ രീതിയിലേക്കാരം, പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് കേട്ടോ. റൈസ് വറുത്തിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട്, അല്ലാതെ വേറെ രീതിയിൽ ഉണ്ടാക്കലുണ്ട്. അപ്പം ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാ അമ്മത് വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ തൈരും അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം എല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടോ. ഇനി അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എന്താ പറയുക വല്യുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും വലിയ ജീരകവും ചതച്ചിട്ടുള്ള പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നന്നായി ഒന്ന് വന്ന് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തക്കാളിയും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഒരു ഇത്തിരി ഗരം മസാലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം സെൻറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരും. ഓവറായിട്ട് എണ്ണ ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ അതിൽ എണ്ണയൊന്നും തെളിഞ്ഞ് വരാനുണ്ടാവില്ല കേട്ടോ. പിന്നെ ചിക്കനിൽ ആ ഫ്രൈ ആക്കി തന്നെ ഉണ്ടാവില്ല അത്യാവശ്യമൊക്കെ ഗ്രേവിയിലെ എണ്ണ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നിട്ട് ചൂട് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ അത് കുക്കായി കിട്ടിച്ചിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഗീ റൈസൊക്കെ ആണെങ്കിലും സാധാ ചോറിക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബാബു ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ഉള്ളിയൊന്നും വറുത്തിട്ടില്ല, പിന്നെ അണ്ടിപ്പരിപ്പ് മുതിരി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം മക്കൾക്ക് അതിനോട് വലിയൊരു ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ലാസ്റ്റ് എന്താ പറയുക നമ്മൾ ചൂടാക്കാത്ത ഗീയൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേറെ ഫ്ലേവറായിട്ടുള്ളത്.
അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അമ്മതുൻ്റെ അണക്കിൽ എല്ലാം മോൻ തന്നെ ഉണ്ടാക്കിയെന്നില്ല ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ സെറ്റാക്കാനും ഓൻ തന്നെ മതി എന്നുള്ളത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് അവൻ ഉണ്ടാക്കാൻ കൂടിക്കഴിഞ്ഞാൽ ഓവറായിട്ട് നമ്മളൊന്നും പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒക്കെ അമ്മതുൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാൻ വേണ്ടിയിട്ടോ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കൂടുതൽ ദിവസം എന്ന് പറഞ്ഞ പോലെ കാര്യമായിട്ട് ഇവിടെ ഇരുന്നിട്ട് തന്നെയായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കൽ. അപ്പോൾ ഇതാ വിളമ്പിയോണ്ട് വെക്കുകയാണ്. അപ്പോൾ സംഗതി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ബാബു ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമമുണ്ട്. കാരണം ബാബുവിന് ഇനി രാത്രി എന്താണെങ്കിലും ബാബു ഫുഡ് കഴിക്കൂല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഉണ്ടാക്കിയ ഫുഡ് എന്താണെങ്കിലും ബാബു കഴിക്കൂല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നാലും കൂടെ സംഭവം മക്കളൊക്കെ നല്ല ഹാപ്പിയുണ്ട്. ബാബു എപ്പോഴും പറയും ഞാനില്ലെങ്കിൽ എന്താ അതുണ്ടാക്കി കഴിച്ചൂടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ അമ്മത് പറയുക ഞാനുണ്ടാക്കിയോണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ. അങ്ങനെ അമ്മത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാ കുഞ്ഞാവിക്ക് എനിക്കൊരു ഉരുള വാരിത്തരുവോ ചോദിച്ചാണ് ചെന്നിട്ടുണ്ട്. അപ്പോൾ അത് വാരിക്കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി സെറ്റായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല സംഗതി നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഗീ റൈസ് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൈഡേക്കത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.